ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ കുറച്ച് ദിവസമായി മീറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്നിപ്പോൾ സെഷനിൽ വന്നിരിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് അപ്ഡേറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആക്ച്വലി 3 കേസ് അപ്ഡേറ്റുകളാണ് എനിക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ളത്. അപ്പം വിൽ ടേക്ക് വൺ ബൈ വൺ. അപ്പോൾ ഫസ്റ്റ് കേസ് അപ്ഡേറ്റ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ബെയിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അപ്ഡേറ്റ് ആണ്. ഇന്ന് ബഹുമാനപ്പെട്ട CBI സ്പെഷ്യൽ കോർട്ട് നമ്പർ 2 ജസ്റ്റിസ് ശേഷാദ്രിനാഥൻ സാറിൻ്റെ ബെഞ്ചിൽ ജാമ്യമായിട്ട് ബന്ധപ്പെട്ട് ബെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങളുണ്ടായിരുന്നു. ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ്സും അതുപോലെ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് അഡീഷണൽ സോളിസിറ്റർ ജനറലും പ്രസൻ്റ് ആയിരുന്നു. അപ്പോൾ വാദങ്ങളും കാരണം കഴിഞ്ഞ ഒരു 1-2 സിറ്റിംഗ് ആയിട്ട് വാദങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ ടേൺ ആയിരുന്നു ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ വാദങ്ങളും ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെയും വാദങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നുള്ള അപ്ഡേറ്റ് സ്പെഷ്യൽ കോർട്ട് CBI സ്പെഷ്യൽ കോർട്ട് നിന്നുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിധി പറയുന്നതിന് വേണ്ടി 24th ജനുവരി എന്ന് പറഞ്ഞാൽ 24 ജനുവരി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക്, ഇന്നിപ്പോൾ 16th ആണല്ലോ. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഇപ്പോൾ ഓർഡേഴ്സിന് വേണ്ടി ജസ്റ്റിസ് ശേഷാദ്രിനാഥൻ സാറ് ഇപ്പോൾ കേസ് വെച്ചിരിക്കുകയാണ് ഓർഡേഴ്സിന് വേണ്ടി. അതിന് മുമ്പായിട്ട് തന്നെ 18th ജനുവരിയിൽ ഒരു ഫോളോ അപ്പും കൂടെ ഒരു കോളോണും കൂടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 18th ജനുവരിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓൾറെഡി ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ റിമാൻഡ് കാലാവധി 18th ജനുവരിയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു തോന്നുന്നു 21st ഡിസംബർ കഴിഞ്ഞ മാസം 21-ാം തീയതിയിലെ സെഷനിൽ റിമാൻഡ് ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ റിമാൻഡ് 18ാം തീയതി വരെ 18th ജനുവരി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 24ാം തീയതി 24th ജനുവരിയിൽ ബെയിലുമായിട്ടുള്ള വിധി പറയുവാൻ വേണ്ടി ഇപ്പോൾ ജസ്റ്റിസ് ശേഷാദ്രിനാഥ് സാറ് ഇപ്പോൾ കേസ് സ്റ്റാറ്റസ് അങ്ങനെയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ 18th കൂടി ഒരു വാദമാണോ ഇനി അത് ആസ് യൂഷ്വൽ പ്രൊസീജിയർ ആണോ എന്നുള്ള അറിയത്തില്ല. കാരണം 18th എനിക്ക് ഫീൽ ചെയ്യുന്നത് 18th വരെയാണ് റിമാൻഡ് കാലാവധി ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ റിമാൻഡ് കാലാവധി തീരുന്ന ഡേ 18th ജനുവരിയിലാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ് അപ്ഡേറ്റ്. അപ്പോൾ നല്ലൊരു വാർത്ത തന്നെ 24th ജനുവരിയിൽ ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ മുൻപത്തെ സെഷനിൽ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്പോണ്ടൻ്റ് നമ്പർ 1 ആയിട്ട് ഹൈർസ് ഓൺലൈൻ ഷോപ്പി ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ കൗണ്ടർ റെസ്പോൺസ് ഫയൽ ചെയ്യാൻ വേണ്ടി 15th ജനുവരി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ കൗണ്ടർ റെസ്പോൺസ് സബ്മിറ്റ് ചെയ്തു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി പ്രോസിക്യൂഷന് ഇപ്പം ബാക്കിയുള്ള അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരുടെ റെസ്പോൺസും കൂടെ ഇപ്പോൾ ബാക്കിയുള്ള ഹിയറിങ്ങിന് വേണ്ടി ഇപ്പോൾ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 17th ജനുവരി എന്ന് പറഞ്ഞാൽ നാളെ വെള്ളിയാഴ്ചത്തേക്ക് ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ച്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒബ്ജക്ഷൻ പബ്ലിക് പ്രോസിക്യൂട്ടറിന് പറയണമെങ്കിൽ അവർക്കത് പറയാം. അതുപോലെ ഹൈർസിൻ്റെ സ്റ്റാൻഡ് ഓൾറെഡി അവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എവർക്കും അറിയാവുന്ന പോലെ ഓൾറെഡി ഒരു വാദങ്ങളെല്ലാം കഴിഞ്ഞു ഓർഡേഴ്സിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ് ആ കേസ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ അപ്പോൾ നാളെ എന്താണ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ബാക്കി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ലെറ്റ്സ് സീ. എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്യാം മീൻവൈൽ. പിന്നെ മൂന്നാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ PMLA ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ബഹുമാനപ്പെട്ട അപ്പലേറ്റ് ട്രിബ്യൂണൽ, അത് ഇവിടെയല്ല ഡൽഹിയിൽ ഹൈർസ് ഓൺലൈൻ ഷോപ്പിയുടെ
ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓൾറെഡി അപ്പലേറ്റ് ട്രിബ്യൂണലിൽ റിപ്പോർട്ട് സമർപ്പിച്ചായിരുന്നു. അതുമായിട്ടുള്ള കേസ് അല്ലെങ്കിൽ ഹിയറിങ്സ്. അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതൊരു സാധാ കോടതിയല്ല. ഈ പർട്ടിക്കുലർ ആക്റ്റുകൾ ഇപ്പോൾ PMLA ആക്ട് ആയിക്കോട്ടെ, ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എസ്പെഷ്യലി പവേഴ്സ് വരുന്ന ആക്റ്റുകൾ കൺട്രോൾ ചെയ്യുന്ന അപ്പലേറ്റ് ട്രിബ്യൂണൽ, ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ 14th ജനുവരിയിൽ അവിടെ നടക്കുന്നത് രാജേഷ് മൽഹോത്ര സാറിൻ്റെ ബെഞ്ചിലാണ്. രാജേഷ് മൽഹോത്ര സാറാണ് ആ മെമ്പർ. അപ്പോൾ ആ മെമ്പറിൻ്റെ ചേംബറിലാണ് അതുമായിട്ടുള്ള വാദങ്ങൾ. അത് എനിക്ക് തോന്നുന്നു ഈ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ലാസ്റ്റ് ഒക്ടോബറിൽ ഒരു ഹിയറിംഗ്, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒരു ഹിയറിംഗ് ഹെയർ സ്റ്റോൺ ആൻഡ് ഷോപ്പിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ 14 ജനുവരിയിലാണ് പിന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകളൊന്നും ലഭ്യമല്ല. കാരണം ഇതൊരു നോർമൽ ഒരു കോർട്ട് പ്രൊസീജിയർ പോലെ നടക്കുന്നതല്ല. അത് അപ്പലേറ്റ് ട്രിബ്യൂണൽ ആ ഒരു പർട്ടിക്കുലർ. അപ്പോൾ അവിടെ നിന്ന് അറ്റ് പ്രസൻറ്റ് രാജേഷ് മൽഹോത്ര സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് ഒരു ഓർഡേഴ്സും വന്നിട്ടില്ല, ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. അതിപ്പോൾ നമുക്കല്ലാതെ വെബ്സൈറ്റിലൂടെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ രാജേഷ് മൽഹോത്ര സാറിൻ്റെ ബെഞ്ചിൽ ലാസ്റ്റ് ഒരു ഓർഡർ വന്നിരിക്കുന്നത് അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, മറ്റൊരു കേസിലാണ്. എനിക്ക് ഈ വർഷം ആകെ ഒരു ഓർഡർ മാത്രമാണ് വന്നിരിക്കുന്നത് രാജേഷ് മൽഹോത്ര സാറിൻ്റെ ബെഞ്ചിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് 6th ജനുവരിയിലാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് അറിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് 14 ജനുവരിയിൽ ഡൽഹിയിൽ രാജേഷ് മൽഹോത്ര സാറിൻ്റെ ബെഞ്ചിൽ എന്താണ് നടന്നതും ബാക്കി അവിടെ നിന്നുള്ള എന്താണ് ഓർഡേഴ്സ് എന്നുള്ളത് മീൻവെയിൽ അറിയുന്നതനുസരിച്ചിട്ട് നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേസ് അപ്ഡേറ്റ്സ്. അപ്പം എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഇപ്പോൾ എന്തായാലും ഹെയർ സ്റ്റോൺ ആൻഡ് ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടറിൻ്റെ ബെയിലുമായിട്ടുള്ള ഓർഡർ എന്തായാലും 24th ജനുവരി 24 ജനുവരിയിൽ എന്തായാലും ഓർഡേഴ്സിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഒരു നല്ല ഒരു വാർത്ത തന്നെ ഹെയർ സ്റ്റൈൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്പീഡി സൊല്യൂഷൻ, എത്രയും പെട്ടെന്നുള്ള ഒരു സൊല്യൂഷൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഹെയർ സ്റ്റൈൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ബാക്കിയുള്ള അപ്ഡേറ്റ് മീൻവെയിൽ നിങ്ങളോടൊപ്പം എന്തായാലും വരുന്ന വഴിക്ക് അനുസരിച്ച് നിങ്ങളോട് മറ്റ് ഷെയർ ചെയ്യുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.